ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ്. എളുപ്പത്തിൽ എങ്ങനെ പാനിപ്പൂരി ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം പാനിപ്പൂരിക്ക് ആവശ്യമായ മസാല ചെയ്യാനായി കുക്കറിൽ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വയ്ക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര മസാലയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് സ്പൈസി ആയിട്ടുള്ള ടിക്ക പാനി ചെയ്യാം. അതിനായി ഒരു മിക്സി ജാറിൽ മല്ലിയില, പുതിനയില, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കാം. അരച്ച തീക്കാപ്പാനി ഒരു അരിപ്പിൽ അരിച്ചെടുത്ത് പകുതി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. സ്പൈസി ആയിട്ടുള്ള തീക്കാപ്പാനി റെഡി ആയിട്ടുണ്ട്. അടുത്ത് മീതാപ്പാനി ഉണ്ടാക്കാം. അതിനായി ആദ്യം വേണ്ടത് പുളിവെള്ളമാണ്. അതിലേക്ക് ശർക്കര പൊടിച്ചത്, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം കലക്കിയെടുക്കാം. നല്ല പുളിയും മധുരവും എരിവും ഉള്ള മീതാപ്പാനി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചെയ്യാനായിട്ട് വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവോള, മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ജീരകപ്പൊടി, മുളക് പൊടി, ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി പാനിപ്പൂരി റെഡിയാക്കാം. ഇപ്പം നമ്മുടെ പാനിപ്പൂരി മസാല, തീക്കാപ്പാനി, റീത്താപ്പാനി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.